അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് അവൻ്റെ ദീൻ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സാധാരണ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതം പഠിക്കൽ, ദീന് പഠിക്കുക എന്നത് മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. നിസ്കരിക്കുന്നത് പോലെ, നോമ്പെടുക്കുന്നത് പോലെ, സകാത്ത് കൊടുക്കുന്നത് പോലെ, ഹജ്ജ് ചെയ്യുന്നത് പോലെ മതം പഠിക്കലും നിർബന്ധമാണ്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ്, ഫർളാണ് അവൻ ദീന് പഠിച്ചിരിക്കണമെന്നത്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ മതം പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റു 11 മാസങ്ങളിലും ദീന് പഠിക്കാൻ, പ്രത്യേകിച്ച് ജോലി തിരക്കുകൾക്കിടയിൽ സമയം ലഭിക്കാറില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ റമദാനിൽ ഈ ഒരു മാസമെങ്കിലും എല്ലാവർക്കും ദീന് കുറച്ചെങ്കിലും ഇസ്ലാമികമായ അറിവുകൾ ലഭിക്കട്ടെ എന്ന നിലക്ക് ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഇതിൻ്റെ ഭാരവാഹികൾക്കും അണിയറ പ്രവർത്തകർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ റബ്ബിൻ്റെ കോടതിയിൽ പ്രതിഫലങ്ങൾ തൂക്കിക്കണക്കാക്കുമ്പോൾ നമ്മുടെ എല്ലാം രേഖയിൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഈ കർമ്മം റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കാനും ഇനി അങ്ങോട്ടും ഇവിടെ നടക്കുന്ന എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ചയിൽ ഉച്ചയ്ക്ക് ശേഷവും ജുമയ്ക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും ഇവിടെ വിജ്ഞാനവേദികൾ സംഘടിപ്പിക്കാറുണ്ട്. റമദാനിന് ശേഷവും നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമാകണം എന്നാണ് സാന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, നാം ദീനനുസരിച്ച് ജീവിക്കുകയും നമ്മുടെ കുടുംബത്തെയും ദീനുള്ളവരായി, മതനിഷ്ഠ പാലിച്ച് ജീവിക്കുന്നവരായി വളർത്തിയെടുക്കുകയും ചെയ്താൽ ഈ ലോകത്തിനപ്പുറത്ത്, മരണത്തിന് ശേഷം വരാനിരിക്കുന്ന പരലോകത്ത്, റബ്ബിൻ്റെ കോടതിയിൽ വിചാരണയ്ക്ക് ശേഷം നരകവും സ്വർഗവും തീരുമാനിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് ഭാര്യയെയും മക്കളെയും കൂട്ടി കുടുംബത്തോടെ പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിക്കുക എന്നത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്.
അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് ലക്ഷ്യം വെക്കേണ്ടത്. ഈ ജീവിതത്തിൽ സുന്ദരിയായ ഒരു ഭാര്യയും ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള മക്കളും വലിയ സൗധങ്ങളും ആഡംബരമായ വാഹനങ്ങളും ഒരുപാട് ഏക്കറക്കണക്കിന് വരുമാനം ലഭിക്കുന്ന പറമ്പുകളും എസ്റ്റേറ്റുകളുമൊക്കെ ലഭിക്കുന്നതിനപ്പുറം ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകാം. പക്ഷേ ഒരിക്കലും നശിക്കാത്ത മരണമില്ലാത്ത ഒരു ലോകത്തേക്ക് യാത്രയാകുമ്പോൾ അവിടെ വിജയിക്കാൻ ആവശ്യമായ പാഥേയം നാം ഓരോരുത്തരും കയ്യിൽ കരുതേണ്ടതുണ്ട്. അവിടെ നമ്മൾ ഒറ്റക്ക് പോയാൽ പോരാ. സ്വർഗത്തിൽ നമ്മുടെ ചൂരും മണവും അറിയുന്ന, നമ്മുടെ സ്വഭാവങ്ങൾ വർഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയെടുത്ത, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കിയെടുത്ത നമ്മുടെ ഭാര്യയും നമ്മുടെ അധ്വാനത്തിൻ്റെ, നമ്മുടെ സമ്പത്തിൻ്റെ ആ ഒരു ഫലം കൊണ്ട് വളർന്നു വരുന്ന നമ്മുടെ മക്കളും അവരൊക്കെ വേണം നാളെ പരലോകത്ത് സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനൊന്നാമതായി വേണ്ടത്, ഇന്നലെ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ക്ലാസ്സിൽ തൗഹീദ് ഉണ്ടായിരിക്കുക എന്നത്, ഏകദൈവ വിശ്വാസം ഉണ്ടായിരിക്കുക എന്നത്. ഒരുപാട് വിശ്വാസാചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ ഇന്ന് മനുഷ്യ സമൂഹത്തിലുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യമായതും അല്ലാഹ് ഇഷ്ടപ്പെടുന്നതും ഇസ്ലാമും മുസ്ലിങ്ങളെയും ഏകദൈവ വിശ്വാസികളെയുമാണ്. മുസ്ലിമാണ്, എന്നാൽ ഏകദൈവ വിശ്വാസമുള്ളവരാണോ നമ്മൾ ഓരോരുത്തരുമെന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഒരു പ്രയാസവും പ്രതിസന്ധിയും വരുമ്പോൾ അള്ളാഹുവിലേക്ക് മാത്രം കൈ ഉയർത്തുകയും അവരോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണോ നമ്മൾ? അതല്ല അള്ളാഹു അല്ലാത്ത CM മടവൂരിനെയും മുഹിദ്ദീൻ ഷെയ്ഖിനെയും റിഫായി ഷെയ്ഖിനെയും അതുപോലെ മൺമറഞ്ഞു പോയിട്ടുള്ള മഹത്തുക്കളായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണോ? അവരോട് സഹായം ചോദിക്കുന്നവരാണോ? അവരോട് സങ്കടങ്ങൾ പറയുന്നവരാണോ? എങ്കിൽ ആ വിശ്വാസത്തിൽ പുഴുവരിക്കുന്നുണ്ട്. അത് യഥാർത്ഥ വിശ്വാസമല്ല. ആ വിശ്വാസത്തിൽ ന്യൂനതയുണ്ട്. യഥാർത്ഥ വിശ്വാസം അള്ളാഹു പഠിപ്പിച്ചതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അതാണ് ശുദ്ധമായ തൗഹീദും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നാം ഹിദായത്ത് ലഭിച്ചവരായി, തൗഹീദുള്ളവരായി, അങ്ങനെ തൗഹീദുള്ളവരായി മാറിയാൽ നമ്മുടെ കുടുംബത്തെയും അതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇവിടെ നമ്മൾ കൃത്യമായി തൗഹീദ് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിങ്ങാണ്ട് തൊട്ടടുത്ത ബീവിയുടെ അടുത്തോ അല്ലെങ്കിൽ തങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ ജോത്സ്യൻ്റെ അടുത്തൊക്കെ പോണ ആളാണെങ്കിലോ, ഇപ്പം നമ്മൾ തന്നെ ഇവിടെ നിരന്തരം മാനേജറിങ് കൊണ്ട് കഷ്ടപ്പാടാണ്, സൂപ്പർവൈസറിങ് കൊണ്ട് ഭയങ്കര ചൊറയാണ്, ഈ കമ്പനിയിൽ നിന്നു പോകാൻ പറ്റൂല, അത്രക്ക് പ്രയാസം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഫോൺ വരുമ്പോൾ നമ്മളിങ്ങനെ മറുപടി പറഞ്ഞാലോ? അല്ലെങ്കിൽ ഭാര്യയോട്, ഉമ്മയോട്, ഉപ്പയോടൊക്കെ ഇങ്ങനെ പരാതികൾ മാത്രം ഇങ്ങനെ പറഞ്ഞാലോ ഇവിടെ നിൽക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ? അപ്പോൾ അവർ തൊട്ടടുത്തൊരു ജോത്സ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ തങ്ങളെടുത്തോ ബീവിയുടെ അടുത്തൊക്കെ പോയി വെക്കും. എന്നിട്ട് തങ്ങൾ പാപ്പ, എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അവിടെ, അത് എങ്ങനെ പരിഹരിക്കുക? അപ്പോൾ ഒരു 1000 കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 2000 കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 5000 കൊടുക്കേണ്ടി വരും. അതെവിടുന്ന? നമ്മളധ്വാനം അല്ലേ? ഒരു ജോത്സ്യൻ്റെ അടുത്തോ ഒരു തങ്ങളുടെ അടുത്തോ ഒരു ബീവിയുടെ അടുത്തോ പോയിട്ട്
കാര്യങ്ങൾ പറയുകയും അന്വേഷിക്കുകയും ചെയ്ത് അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചാൽ തന്നെ ആ വ്യക്തിയുടെ 40 ദിവസത്തെ നിസ്കാരം റബ്ബ് സ്വീകരിക്കൂല എന്ന്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി. 40 ദിവസം നിസ്കരിച്ച നമസ്കാരം ബാത്തിലായി പോകും. ഒരു തങ്ങളുടെ അടുത്തോ ബിയുടെ അടുത്തോ പോയിട്ട് അവരെന്തെങ്കിലും പറഞ്ഞിട്ട് അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നല്ലേ ബാക്കി. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നരകത്തിലേക്ക് കൊണ്ടുപോകും. അത് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും വിട പറയാൻ നമുക്ക് സാധിക്കണം. അവയെല്ലാം ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഭാര്യയെ, നമ്മുടെ മാതാപിതാക്കളെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ശുദ്ധമായ തൗഹീദിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞത് 5 നേരത്തെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയും കണിശതയും വേണം. യാത്രയിലാകട്ടെ, അല്ലാത്ത സമയത്താകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, നിസ്കരിക്കാൻ സമയമായോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണം എന്നുള്ള ഒരു ചിന്തയായിരിക്കണം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. കൃത്യമായി നിസ്കരിക്കണം. ഇപ്പം നാട്ടിലൊക്കെ 5 നേരവും പള്ളിയിൽ പോയി നാള് ഇവിടെ വരുമ്പോൾ ഒപ്പമുള്ള ആൾ നിസ്കരിക്കണവനാണെങ്കിൽ ഓൻ പള്ളിക്ക് പോയാൽ വേഗം ചെരുപ്പെടുത്തിങ്ങാണ്ട് ഉള്ളിക്ക് വെക്കും. എന്നാൽ ഈ പുറത്ത് അപ്പുറത്തെ റൂമത്തെ ആളുകൾ കണ്ടവൻ പള്ളിക്ക് പോയിക്കണമെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ മറ്റവൻ പോയി വരുന്ന സമയം കണക്കാക്കിങ്ങാണ്ട് മുസല്ലയൊക്കെ നീട്ടിങ്ങാണ്ട് അപ്പം ഇങ്ങോട്ട് നീച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്ന രൂപത്തിൽ റൂമിൽ മുസല്ല അവിടെ നിർത്തിയിടും. ആൾ കടക്കിയിരിക്കും. ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും കർമ്മങ്ങളിലൊക്കെ, ആരാധനാ കർമ്മങ്ങളിലൊക്കെ അലസതയും മടിയും കാണിക്കുന്നവർ. പ്രിയമുള്ളവരെ, 5 നേരവും കൃത്യമായി നിസ്കരിക്കണം. നമ്മുടെ ഭാര്യ നിസ്കരിക്കുന്നവളായിരിക്കണം. നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നവരായിരിക്കണം. ഓരോ വക്തിനും കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളോട്, മക്കളോട് നിങ്ങളൊരു കാര്യം പറഞ്ഞു നോക്കി, അവരത് അനുസരിക്കും. നിസ്കാരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളോട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, മക്കളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസരിക്കൂല. നിസ്കാരമില്ലാത്തവന് പിന്നെന്തേലും ഉണ്ടാകും. അപ്പം നിസ്കരിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരണം. നമ്മുടെ ഭാര്യ നിസ്കരിക്കുന്നത്, നമ്മൾ നിസ്കരിക്കുന്നത് നമ്മുടെ മക്കൾ കാണണം. അങ്ങനെ ആരാധനാ കർമ്മങ്ങളിലൊക്കെ കണിശതയും കർക്കശതയും ഒക്കെയുള്ള കുടുംബമാണ് എന്ന് ആ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് തന്നെ തോന്നണം. ഇപ്പം ഞാൻ നിസ്കരിക്കണമെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ചൊരു മതിപ്പുണ്ടാകും. ഭാര്യ നിസ്കരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. മക്കള് നിസ്കരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും, കൺകുളിർമ ഉണ്ടാകും. റഹ്മാനായ റബ്ബ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ, പടച്ചോനെ, ഒരു വിശ്വാസിന്റെ പ്രാർത്ഥനയാണ്, റബ്ബേ എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ കൺകുളിർമ ലഭിക്കണേ. ഇതെങ്ങനെ ലഭിക്കുക? ഭാര്യയും മക്കളൊക്കെ സൽക്കർമ്മങ്ങളിലാകുമ്പോഴാണ്, സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് കാണുമ്പോഴാണ് ആ പിതാവിന് കൺകുളിർമ ലഭിക്കുക, ആ ഭർത്താവിന് കൺകുളിർമ ലഭിക്കുക. നമ്മൾ ഭാര്യയോട് ഒരു കാര്യം പറഞ്ഞിട്ട് അവളത് അനുസരിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും. പറഞ്ഞപ്പോൾ തന്നെ അത് കേട്ടല്ലോ, പറഞ്ഞ പാടെ അവളത് അനുസരിച്ചല്ലോ എന്നൊരു സന്തോഷം ഉണ്ടാകും. നമ്മൾ മക്കളോട് ഒരു കാര്യം പറഞ്ഞിട്ട് അത് അവരനുസരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും. മോൾക്ക് 7 വയസ്സായി, അവൾ നിസ്കരിക്കാനും നോമ്പ് തുടങ്ങാനും സമയമായപ്പോൾ ഇപ്രാവശ്യം മോള് 1ാമത്തെ നോമ്പെടുത്തപ്പോൾ തന്നെ ഭാര്യ വിളിച്ചു പറഞ്ഞു, ഇന്ന് മോൾക്ക് നോമ്പുണ്ട്. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ചെറിയ മക്കൾ നോമ്പെടുത്ത് തുടങ്ങുമ്പോൾ സ്വഹാബത്തൊക്കെ അങ്ങനെ ശീലിപ്പിച്ചിരുന്നു. ചെറിയ കുട്ടികളെ കൊണ്ട് നോമ്പെടുത്ത് ശീലിപ്പിച്ചിരുന്നു സ്വഹാബത്ത്. നമുക്ക് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തിരക്കടില്ലാത്തൊരു ശമ്പളമൊക്കെ വാങ്ങുന്ന ആളാണെങ്കിൽ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്നുള്ളവരൊക്കെ എങ്ങനെ പൈസ അയച്ചു കൊടുക്കും. വലിയ അപകടത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. നമുക്കതിന് പറയാനുള്ള ന്യായം എന്താ അറിയോ? നമ്മളൊക്കെ ചെറുതാകുമ്പോൾ എനിക്കൊന്നും എല്ലാ സുഖങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ വാപ്പയൊക്കെ കൂലിപ്പണിക്ക് പോണ ആളായിരുന്നു.
അതുകൊണ്ട് ചെറിയ ശമ്പളം കിട്ടിയിട്ടാണ് ഞങ്ങളൊക്കെ കുടുംബം കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് എല്ലാ സുഖങ്ങളൊന്നും എൻ്റെ കൂട്ടുകാരൊക്കെ ബൈക്കിൽ പോകുമ്പോൾ, അവരൊക്കെ പിന്നെ വിനോദയാത്ര പോകുമ്പോൾ, ടൂറ് പോകുമ്പോൾ, ഒരു പെരുന്നാക്കോ കല്യാണത്തിനോ ആഘോഷങ്ങൾക്കൊക്കെ നല്ല ഡ്രസ്സും വാച്ചും ഒക്കെ കെട്ടുമ്പോൾ, ഷൂ ഒക്കെ ധരിക്കുമ്പോൾ, ഞാൻ പഴയ കീറിപ്പറിഞ്ഞ ഡ്രസ്സും ചെരുപ്പൊക്കെ ഇട്ടിരുന്നത്, കയ്യുമ കെട്ടാൻ ഒരു വാച്ച് കൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾക്കെല്ലാം ഇരിക്കട്ടെ എന്ന നിലക്ക് മക്കൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ പെരുന്നാൾ വരാൻ പോവുകയാണ്. ഇപ്പം തന്നെ ഡ്രസ്സ് വാങ്ങിയവരും ഇതാ മാസാവസാനമാണ്, ശമ്പളം ഇറങ്ങി തുടങ്ങി, ശമ്പളം കൈപ്പറ്റി തുടങ്ങി, പുതിയ മാസത്തിലേക്ക് കടന്നു, ശമ്പളം അയക്കാൻ തുടങ്ങി നാട്ടിലേക്ക്. പെരുന്നാളല്ലേ, കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തോ, എന്താ വേണ്ടത് വെച്ചാൽ വാങ്ങിക്കുമെന്ന്, എന്താ വേണ്ടത് വെച്ചാൽ വാങ്ങിക്കുമെന്നല്ല, വേണ്ടതേ വാങ്ങാവൂ. ആവശ്യമുള്ളത് മാത്രം വാങ്ങാൻ പണം കൊടുക്കണം, ആവശ്യമുള്ളത് മാത്രം വാങ്ങാൻ അനുവദിക്കണം. അനാവശ്യങ്ങളിലേക്ക് പണം കൊടുത്ത് മക്കള് അതിരുവിട്ടാൽ അതിൻ്റെ കാരണക്കാര് നമ്മളായിരിക്കും പ്രിയമുള്ളവരെ. അത് നമ്മൾ ശ്രദ്ധിക്കണം. പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ പറയണം, ഇസ്ലാമിക വേഷമേ ധരിക്കാവൂ, ഇസ്ലാമിക വേഷം ഇസ്ലാമികമായ മര്യാദയോടുകൂടി ധരിക്കാവുന്ന വസ്ത്രങ്ങളെ എടുക്കാവൂ. അത് ഭാര്യയും മക്കളും അങ്ങനെയായിരിക്കണം. ഇന്നത്തെ ഒരു അവസ്ഥ എന്താ? ഇന്ന് പേരിനാണ് ഡ്രസ്സ്. ശരീരാവയവങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഡ്രസ്സുകളാണ് ഇന്ന് മിക്ക ആളുകളും വാങ്ങി ധരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനൊരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗം, ഒരു ഹദീസിൽ വന്ന ഒരു ഭാഗം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതാഉ ബിൻ അബി റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുകയാണ്, ഹദ്ദസനാ അതാഉ ബിൻ അബി റബാഹ്. അബി റബാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ലി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, അലാ ഉരീക ഇംറഅത്തൻ മിൻ അഹ്ലിൽ ജന്ന. അതാഉ ബിൻ അബി റബാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ എന്നോട് പറഞ്ഞു, അലാ ഉരീക ഇംറഅത്തൻ മിൻ അഹ്ലിൽ ജന്ന, അതായെ സ്വർഗീയ സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ താങ്കൾക്ക് കാണിച്ചു തരട്ടെ. ദുനിയാവിൽ ജീവിച്ചിരിക്കെ അവൾക്ക് സ്വർഗമുണ്ട് എന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒരു സ്ത്രീ, അവരെ ഞാൻ താങ്കൾക്ക് കാണിച്ചു തരട്ടെ. അതാഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല, അതെ കാണിച്ചു തരൂ. ആരാണത്? അതൊന്ന് കാണട്ടെ. അപ്പൊ ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദിഹിൽ മർഅത്തു സൗദാ, ഇതാ ആ കറുത്ത പെണ്ണ് കണ്ടോ, ആ കറുത്ത പെണ്ണാണ്, ആ കറുത്ത നിറമുള്ള കറുത്ത വർണ്ണമുള്ള സ്ത്രീയെ കണ്ടോ, അവരാണ് സ്വർഗീയ സ്ത്രീകളിൽപ്പെട്ട സ്ത്രീ. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ഫഖാലത്ത്, എന്നിട്ട് ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നി ഉസ്റഉ വ ഇന്നി അതകശഫ്. പ്രവാചകരെ, ഇന്നി ഉസ്റഉ, എനിക്ക് അപസ്മാരമുണ്ടാകാറുണ്ട്, ഞാനൊരു അപസ്മാര രോഗിയാണ്, എനിക്കിടക്കിടക്ക് അപസ്മാരമുണ്ടാകാറുണ്ട്. വ ഇന്നി അതകശഫ്, അങ്ങനെ അപസ്മാരമുണ്ടാകുമ്പോൾ എൻ്റെ വസ്ത്രം എന്നിൽ നിന്ന് നീങ്ങി എൻ്റെ ഔറത്ത്, എൻ്റെ നഗ്നത വെളിവാവുകയാണ് നബിയെ. അതുകൊണ്ട് ഫദഉല്ലാഹ ലീ, പ്രവാചകരെ, എനിക്ക് വേണ്ടി താങ്കൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിങ്ങാണ്ട് സങ്കടം പറയാണ് ഒരു സ്ത്രീ, പ്രവാചകരെ, എനിക്ക് ഇടക്കിടക്ക് അപസ്മാരം ഉണ്ടാകാറുണ്ട്, ഞാനൊരു അപസ്മാര രോഗിയാണ്, അങ്ങനെ അപസ്മാരമുണ്ടാകുമ്പോൾ എൻ്റെ വസ്ത്രം എൻ്റെ ശരീരത്തിൽ നിന്ന് നീങ്ങി എൻ്റെ നഗ്നത, എൻ്റെ ഔറത്ത് വെളിവാകുന്നു നബിയെ, എനിക്കതിൽ വല്ലാത്ത ലജ്ജയുണ്ട്, പ്രവാചകരെ, എനിക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. ഖാല, അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅതി സബർതി വലക്കിൽ ജന്ന, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ക്ഷമിക്കണം. നിനക്ക് അപസ്മാരമുണ്ടാകുമ്പോൾ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ ആ രോഗത്തെ
നിന്റെ ആ രോഗത്തിൽ നീ ക്ഷമിക്കണം എങ്കിൽ വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. അപസ്മാരം ഉണ്ടാകുമ്പോൾ നീ ക്ഷമിക്ക് നിന്നെ ആ ബാധിക്കുന്ന രോഗത്തിൽ, എങ്കിൽ നിനക്ക് സ്വർഗം ലഭിക്കും, നിനക്ക് സ്വർഗമുണ്ട്. വ ഇൻ ശഅതി, അതല്ല ഇനി നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദഅഉതുല്ലാഹ്, ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കാം നിനക്ക് വേണ്ടി, അയുആഫിയകി, എങ്കിൽ നിന്റെ രോഗം അല്ലാഹു ആഫിയത്താക്കി തരുകയും ചെയ്യും. ഫഖാലത്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അസ്ബിറു റസൂലേ, ഞാനിതാ ക്ഷമിച്ചിരിക്കുന്നു, എൻ്റെ രോഗത്തിൽ ഞാനിതാ ക്ഷമിച്ചിരിക്കുന്നു. ഫഖാലത്, പക്ഷേ ആ സ്ത്രീ വീണ്ടും പറയാ, ഇന്നി അതകശഫു, ഞാൻ രോഗത്തിന്റെ കാര്യത്തിൽ ഞാൻ ക്ഷമിക്കാം റസൂലേ, പക്ഷേ എൻ്റെ നഗ്നത വെളിവാകുന്ന കാര്യത്തിൽ, എൻ്റെ വസ്ത്രം നീങ്ങി എൻ്റെ ഔറത്ത് വെളിവാകുന്ന കാര്യത്തിൽ പ്രവാചകരെ ഫദ്ഉല്ലാഹ് അല്ലാ തകശഫ്, അത് മാറിക്കിട്ടാൻ, എൻ്റെ നഗ്നത വെളിവാകുന്നതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ റസൂലെ താങ്കൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഫദഅലഹ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് വേണ്ടി അതിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്ന്. ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? രോഗം വരുമ്പോൾ, അപസ്മാരം വരുന്ന അവസ്ഥ, അപസ്മാര രോഗികളെ കണ്ടവരുണ്ടാകാം ഒരു പക്ഷേ ഈ ഇരിക്കുന്നവരിൽ, അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ ഗാംഭീര്യം അറിയുന്നവരുണ്ടാകാം ഈ കൂട്ടത്തിൽ. അത് വരുമ്പോൾ സ്വയബോധം നഷ്ടപ്പെടുകയാണ്, എന്താ പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ കഴിയുകയില്ല. ആ സമയത്ത് ആ സ്ത്രീയുടെ വസ്ത്രം മാറിപ്പോവുക, സ്വയബോധത്തിലല്ല, എന്നിട്ടും അങ്ങനെ സംഭവിക്കുമ്പോൾ രോഗിയാണ്, എന്നിട്ടും ആ രോഗത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിൽ ലജ്ജിക്കുന്ന ഒരു സ്ത്രീയെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നോക്കി നിങ്ങൾ, ഒരു രോഗം വരുമ്പോൾ പോലും വസ്ത്രം നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ലജ്ജ കാണിച്ചവരാണ് മുൻഗാമികൾ. എന്നാൽ ഇന്നോ ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുത്ത് വാങ്ങി ധരിക്കുന്ന വസ്ത്രങ്ങൾ, തൻ്റെ ഔറത്ത് മുഴുവൻ, നഗ്നതകൾ മുഴുവൻ മറ്റുള്ളവർ കാണാൻ വേണ്ടി ധരിച്ചു നടക്കുന്ന സ്ത്രീകൾ, മക്കൾ, അല്ലേ? ഇനി ഇത് ആരും കണ്ടിട്ടില്ലെങ്കിലോ മാലോകര മുഴുവൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി. പിന്നെ എങ്ങനെ? യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോ ഉണ്ടാക്കി ഡാൻസും കൂത്തും അരങ്ങുമായിട്ട് അതൊക്കെ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കാണാൻ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടാൽ എൻ്റെ മാപ്പിളയും എൻ്റെ കുട്ടികളും എൻ്റെ കുടുംബക്കാരൊക്കെ അല്ലേ കാണുള്ളൂ, ഇതെല്ലാവരും കാണണമല്ലോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇത് സ്ത്രീ മാത്രമല്ല, ഒരു പെണ്ണ് മാത്രമല്ല, അവളുടെ മക്കളും. ഇനി ഇതിനൊക്കെ കൂട്ടിക്കണതാരാ? ഭർത്താക്കന്മാരും. ഇപ്പൊ ഫാമിലി അടക്കാണ് വീഡിയോ എടുത്തുങ്ങാണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട്, ആദ്യമൊക്കെ ഓരോരുത്തർ വ്യക്തികൾ മാത്രമായിരുന്നു വീഡിയോ എടുത്തുങ്ങാണ്ട് പോസ്റ്റ് ചെയ്തിരുന്നത്. ടിക്ടോക്ക് ഒക്കെ വന്ന സമയത്ത് ഓരോരുത്തരും ഓർക്ക് എന്തിയാ തോന്നിച്ച അത് നല്ലതാണോ ചീത്തയാണോ, നന്മയുള്ളതാണോ തിന്മയുള്ളതാണോ, അതല്ല അസ്ഥാനത്തുള്ളതാണോ അശ്ലീലങ്ങളാണോ, ഇതൊന്നുമില്ല, ഒരു വകതിരിവില്ലാതെ എന്തേ തോന്നിയതൊക്കെ ചെയ്ത് കൂട്ടുന്ന, എന്നിട്ട് അതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ. കാരണം അതിലൂടെ വരുമാനം ലഭിച്ചിരുന്നു. ഇപ്പോഴും ഉണ്ട് ആ വരുമാനത്തിന് വേണ്ടി എന്തു ആകാന്നുള്ള നിലക്ക സ്വന്തം മാന്യത വിറ്റ് ജീവിക്കുന്നവർ. എന്നിട്ട് അവർക്ക് സുന്ദരമായ ഒരു പേര് വെച്ചു കൊടുത്തു ബ്ലോഗർമാർ. ഓരോ വീഡിയോ കാണുമ്പോഴും എന്നിട്ട് നമ്മളത് റിയാലുകളും രൂപകളും കൊടുത്ത് ജീവി കയറ്റി ആ ജീവിയൊക്കെ അത് കണ്ട് നശിപ്പിക്കുന്ന അവസ്ഥ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? അറിവില്ലാത്തൊരു കാര്യത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കാരണം നിങ്ങളുടെ കണ്ണും കാതും ചിന്തയും ഒക്കെ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യും. എന്ത് കണ്ടിട്ട്? ഈ കുഞ്ഞാപ്പൂനീറ്റൊക്കെ കണ്ടിട്ട് അല്ലേ? എന്താ കാട്ടിക്കൂട്ടുന്നത്? ഓർക്ക് അഡ്വർടൈസ്മെന്റ് ആണ്, പരസ്യത്തിന് പൈസ ഉണ്ട്, ഞമ്മക്കോ അത് കണ്ടിന് പൈസ പോണുണ്ട്. എന്താണ് അവസ്ഥ? ഓർക്ക് തുടങ്ങാമെങ്കിൽ നമുക്കും തുടങ്ങാന്നുള്ള നിലക്കാ കുടുംബങ്ങൾ ഇപ്പോ. ആദ്യം വ്യക്തിയായി, പിന്നെ കപ്പിൾസായി, ഇപ്പൊ കുടുംബസമേതാണ്. ഇപ്പൊ വീടടച്ചുകാണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെങ്ങോട്ടേ പോയി? ഓല് വീഡിയോ എടുക്കാൻ പോയതാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടണം, അതിന് വീട് പൂട്ടിപ്പോണം. ഈ രൂപത്തിലേക്ക് കുടുംബമായി മാറിയിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ അത്രയും ഭാഗം നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാ തഹ്തൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ.
ആരുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ വന്നോ അവന്റെ ആ ഭാഗം നരകത്തിലാണ്. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഞെരിയാണിക്ക് താഴെയാണ് വസ്ത്രം എങ്കിൽ ആ നിസ്കാരത്തിലേക്ക് റബ്ബ് നോക്കൂല എന്ന്. പിന്നെന്താ നിസ്കരിച്ചിട്ട് കാര്യം? റബ്ബിന് വേണ്ടാത്തൊരു നിസ്കാരം വേണം. വേഷം ഇസ്ലാമികമായിരിക്കണം. വസ്ത്രം ഇറങ്ങി ഇറങ്ങി വരണം. ഷർട്ട് ധരിക്കുന്ന കുപ്പായം പാൻസ് പൊങ്ങി വരികയും വേണം. നേരെ വിപരീത, പാൻസ് ഇറങ്ങി ഇറങ്ങിപ്പോവും, ഷർട്ട് കയറി കയറി വരും. ആരെ കാണിക്കാനാ? നിങ്ങൾ ആലോചിച്ച് നോക്കിയും. പലരും റുക്കോയിലേക്ക് പോകുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോൾ അവന്റെ അടിവസ്ത്രം വരെ മറ്റുള്ളവർ കാണാണ്. അവന്റെ ഗുഹ്യസ്ഥാനം മറ്റുള്ളവർ കണ്ടാൽ ഔറത്ത് മറക്കാതെ നിസ്കരിച്ച നിസ്കാരം സ്വീകരിക്കുമോ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അപ്പൊ ഇത്തരം കാര്യത്തിലൊക്കെ ശ്രദ്ധ വേണം. ഭാര്യമാർക്കും പെൺകുട്ടികൾക്കും ഒക്കെ വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ അവരുടെ നഗ്നഭാഗങ്ങൾ മറഞ്ഞു നിൽക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തണം. ചില കാര്യങ്ങളിൽ ഭാര്യമാരോട് കർക്കശം കാണിക്കണം. അതവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവരോട് സഹതാപം ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവളെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ കാർക്കശ്യത കാണിക്കണം. കാരണം ഞാൻ പോകുന്ന സ്വർഗത്തിൽ എൻ്റെ ഭാര്യയും വേണം, എൻ്റെ മക്കളും വേണം. അപ്പൊ അവരോട് ഇത്തരം വിഷയങ്ങളിൽ കാർക്കശ്യം കാണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിൻഫാനി മിൻ അഹ്ലിൻ നാർ ലം അറഹുമാ. രണ്ട് വിഭാഗം ആളുകളുണ്ട്, നരകത്തിന്റെ ആളുകൾ. ആ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. അതിലൊരു വിഭാഗം ആരാന്നറിയോ? വനിസാഉൻ, സ്ത്രീകളാണ്. എന്താ അവരുടെ പ്രത്യേകത? കാസിയാത്തുൻ ആരിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വസ്ത്രം ധരിക്കാത്തവരെ പോലെയാണ്, നഗ്നകളാണ്. മുമീലാത്തുൻ മായിലാത്തുൻ, അവർ ചാഞ്ഞും ചെരിഞ്ഞും ഇങ്ങനെ നടക്കുന്നവരാണ്. റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഹ്തിൽ മായില, അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദുന റീഹഹാ, സ്വർഗത്തിൽ നിന്ന് ആഞ്ഞു വീശുന്ന കിലോമീറ്റർ കണക്കെ വീശിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ ആ സ്ത്രീകൾക്ക് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാര്യ, അവളോട് നമുക്ക് യഥാർത്ഥ സ്നേഹമാണ് ഉള്ളത് എങ്കിൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മക്കളോട് സ്നേഹമാണ് എങ്കിൽ മക്കളുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിൽ സംഗീതവും സിനിമയുമുണ്ടോ? ഹറാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോമ്പിന് പല വീട്ടിലും എടുത്തു വെച്ചിട്ടുണ്ടാവും, നോമ്പ് കഴിഞ്ഞാൽ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഒരു മാസം മാത്രമാണോ തഖ്വ? ബാക്കി 11 മാസം? ഒരു മാസം സ്വർഗത്തിലും 11 മാസം നരകത്തിലും? അങ്ങനെയല്ല. കാലാകാലം സ്വർഗത്തിൽ കടക്കണം. അതുകൊണ്ട് ഇത്തരം സംഗതികളൊക്കെ ഒഴിവാക്കണം. ഇനി മക്കളല്ലേ, കുട്ടികളല്ലേ, സിനിമ കണ്ടോട്ടെ, പാട്ട് കേട്ടോട്ടെ എന്നാണോ? അല്ല. നീചവൃത്തികൾക്ക്, ഭാര്യയുടെയും മക്കളുടെയും നീചവൃത്തികൾക്ക് ഒരിക്കലും ഒരു പിതാവ് കൂട്ടു നിൽക്കാൻ പാടില്ല. ഭാര്യയിൽ തിന്മയുണ്ടെങ്കിൽ തിരുത്തണം, മക്കളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അതല്ല അവരുടെ തെറ്റുകൾക്ക്, തിന്മകൾക്ക് കൂട്ടാക്കുകയാണെങ്കിൽ, കൂട്ടുനിൽക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ, 3 ആളുകൾ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, ആ 3 ആളുകൾക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. മുദ്മിനുൽ ഖംർ, മുഴുകുടിയനാണ് ഒരുത്തൻ. വൽ ആഖ്, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവനാണ് മറ്റൊരുത്തൻ. വദ്ദയൂസ്, 3ാമത്തെ വിഭാഗത്തിൽ പെടുമോ ഞാനും നിങ്ങളും എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വദ്ദയൂസ്, ആരാണ് ദയൂസ്? കൂട്ടിക്കൊടുപ്പുകാരൻ. അങ്ങനെ പറഞ്ഞാൽ അല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖുബസ്, കുടുംബത്തിൽ നടക്കുന്ന തിന്മകൾക്കൊക്കെ കൂട്ടുനിൽക്കുന്ന രക്ഷിതാവ്, കുടുംബനാഥൻ. അങ്ങനെയുള്ള കുടുംബനാഥനാണ് ഞാനും നിങ്ങളും. സമയം വൈകുന്നത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് വിഷയങ്ങൾ മക്കളുടെ പഠനവും അതുപോലെ തന്നെ അവരുടെ ജീവിതവും, ഭാര്യയോടൊപ്പമുള്ള നമ്മുടെ ജീവിതവും, കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളും. ഇന്ന് പഠിക്കാൻ പോണ മക്കള് ഗുണ്ടയായിട്ടാണ് തിരിച്ചു വരുന്നത്. ആരാന്റെ മക്കളെ തച്ചു കൊല്ലാൻ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കള്, അങ്ങനെയുള്ള ഒരു ഗുണ്ടാ ടീമായിട്ടാണ് സ്കൂളിലേക്ക് പഠിക്കാൻ വിട്ട മക്കള് ഗുണ്ടാ ടീമായിട്ട് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ നല്ല ശ്രദ്ധ, ഇസ്ലാമികമായ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.